ക്യാരറ്റ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ 2 എഗ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 എഗ്സ് ഞാനത് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവാം. അപ്പം നമുക്കിത് ബാറ്റർ ഇതിലേക്ക് നമുക്ക് പോർ ചെയ്യാം. അപ്പം ഇത് നല്ലപോലെ നമ്മൾ എഗ്സ് സെപ്പറേറ്റും ഫ്ലവർ സെപ്പറേറ്റും നമ്മൾ എടുക്കുമ്പം അതനുസരിച്ചിട്ട് മോയിസ്റ്റ് ആവും. അപ്പം എഗ്സ് ആദ്യം നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. ബട്ടർ ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബട്ടറും ഓയിലും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഷുഗർ ആഡ് ചെയ്യാം. അപ്പം ഷുഗർ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1 കപ്പാണ്. അപ്പം എനിക്കത് മതിയെന്ന് തോന്നിയിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഷുഗർ വേണം, കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഉദ്ദേശിക്കുന്നത്. ക്യാരറ്റിന് തന്നെ അതിൻ്റേതായ ഒരു ഇതുണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പം ഷുഗർ 1 കപ്പ് ഇവിടെ മതിയാകും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്ലവറാണ്. അപ്പോൾ ഇതൊരു 1.25 കപ്സാണ്. അപ്പോൾ ഫ്ലവർ നമ്മളിവിടെ സീവ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ അതിൻ്റെ സീവ് ചെയ്തെടുക്കുമ്പോൾ ഈ കേക്കിന് അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ വരും. അപ്പോൾ നല്ലപോലെ നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് നമുക്ക് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇതും നമ്മൾ സീവ് ചെയ്ത് തന്നെയാണ് ഇടുന്നത്, ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സൂപ്പർ മോയിസ്റ്റായിട്ടും നല്ല ഫ്ലഫി ഡെൻസായിട്ടിരിക്കുന്ന ഒരു കേക്ക് വേണമെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും പൗഡറാണ്, പക്ഷേ അത് സീവ് ചെയ്ത് ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പെർഫെക്ഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് ചില എസൻസസും കൂടി നമുക്ക് ആഡ് ചെയ്യണം, ബേക്കിംഗ് പൗഡർ അല്ലാതെ. അപ്പം ബേക്കിംഗ് പൗഡർ സ്വല്പം ഒന്ന് ഫ്ലഫി ആയിട്ട് ഒന്ന് സർഫേസിങ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതൊരു 1 ടീസ്പൂൺ ആൽമണ്ട് എക്സ്ട്രാക്റ്റും 1 ടീസ്പൂൺ വാനില എസൻസുമാണ്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് എടുക്കണം. കേക്ക് ഒന്ന് മോയിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 6-7 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുമ്പം വെള്ളം മാത്രം നമ്മൾ ചേർക്കാതെ ഇതും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടും. നമുക്ക് തന്നെ അറിയാം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിന് എന്തോരോ വെള്ളം വേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മളിത് പെതുക്കെ ചെറുക്കെ ആഡ് ചെയ്തിട്ട് ബീറ്ററിട്ട് നമ്മളിതുപോലെ കമ്പൈൻ ചെയ്ത് എടുക്കണം. ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ലാർജ് ആയിട്ടുള്ളൊരു ബൗൾ എടുക്കണം, അപ്പോഴേ നമുക്കൊരു കൺട്രോൾ കിട്ടത്തുള്ളൂ ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ സ്റ്റേജ് ആയത്. ഇനി നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ലപോലെ ഫൈനാക്കി എടുത്ത ശേഷം ഇതുപോലെ നല്ല അത് ഗ്രേറ്റ് ചെയ്താൽ എത്രത്തോളം പെർഫെക്ഷൻ വരും എന്നല്ല, നല്ല നമ്മൾ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഫൈനാക്കി കിട്ടും. ഇത് സത്യം പറഞ്ഞാൽ ക്യാരറ്റ് ഇതിലുള്ളതായിട്ട് പോലും നമുക്ക് അറിയത്തില്ല. നമ്മൾ ആദ്യം വിചാരിക്കും ക്യാരറ്റ് റോ ആയിട്ടൊരു വെജിറ്റബിൾ അല്ല, അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ അപ്പം നമ്മൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വല്ലാതെ കമ്പൈൻ ചെയ്യേണ്ട, ഒരുപാട് നേരം നമ്മൾ കേക്ക് ബാറ്റർ ബീറ്റ് ചെയ്യേണ്ട. അപ്പം ഒരുപാട് നേരം ബീറ്റ് ചെയ്താലും ആ കേക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ ക്യാരറ്റും ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ആയിട്ടുള്ളൊരു 1/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ക്യാരറ്റ്. അപ്പം ഇത് പ്രിഫറബിളി ഒരു ബേബി ക്യാരറ്റ്സ് എടുക്കാം, അതല്ല എങ്കിൽ റെഗുലർ ക്യാരറ്റ്സും നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവർ ഒരു 1.25 കപ്സ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് പ്രൊപ്പോർഷനായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്.
അപ്പം നമുക്കിതിനി നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് റീസണബിളായിട്ടൊന്ന് മേർജ് ചെയ്ത് കിട്ടിയാൽ മതി. ബീറ്റ് ചെയ്ത മിക്സ്ചർ ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നിലേക്ക്. അപ്പം ഒരു പോർഷൻ ഞാൻ റൗണ്ടായിട്ടുള്ളൊരു ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിമൈനിങ് നമുക്കൊരു ലോഫ് ബ്രെഡിൻ്റെ ഒരു രീതിയിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് പോർഷൻ. അപ്പം നമ്മളൊന്ന് ടാപ്പ് ചെയ്തും കൊടുക്കണം, എയർ ബബിൾസ് ഒന്നും വരാതെ നല്ല ഈവനായിട്ടിരിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത മിക്സ്ചർ ആയതുകൊണ്ട് അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കണം നമ്മൾ അവനിലേക്ക് വെക്കുന്നതിന് മുന്നേ. നേരെ ഇതുപോലെ അത് ഫുൾ നമ്മൾ അതിൻ്റെ ബ്രിം വരെ ഒഴിക്കരുത്, കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ്, ഒരുപാട് ലെവൽ വരെ നമ്മൾ ഒഴിക്കേണ്ട. ഇത് നമ്മൾ അവൻ ആദ്യം 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 350 ഡിഗ്രിയിൽ 20 മിനിറ്റ്സും ഞാൻ 200 ഡിഗ്രീസിൽ 20 മിനിറ്റ്സും കൂടിയാണ് വെച്ചത്. ഓൾ ടുഗെദർ 40 മിനിറ്റ്സിൽ വെച്ചത്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒന്ന് ഈവനാക്കി കിട്ടും. ഇതുപോലെ ഗ്രീസ് ചെയ്യുകയും ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ ഒരു പ്രിപ്പറേഷൻ. നമ്മളുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചെറിയ ഗാർണിഷിങ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതുപോലെ ചെറിയൊരു മൈനർ ഐസിങ് ലെയർ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ എഴുതി അറിയിക്കണം. പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.